അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 17ാമത്തെ പാഠം അദ്ദർസു സാബിഅ അശറ ഇമാമുസുന്ന. നീ ബഗ്ദാദിൽ പോകണം. ഈ കത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. കത്തുമായി റബീഅ ബഗ്ദാദിലെത്തി. കത്ത് വായിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. താങ്കൾ എന്തിനാണ് കരയുന്നത്? റബീഅ ചോദിച്ചു. അദ്ദേഹം കത്തിലെ വരികൾ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, താങ്കൾ അഹ്മദ് ബിൻ ഹംബലിനോട് എൻ്റെ സലാം പറയണം. ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ച വാദക്കാരുടെ ഫിത്ന കൊണ്ട് താങ്കൾ പരീക്ഷിക്കപ്പെടും. അല്ലാഹു തആല താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തും. താങ്കളുടെ അറിവ് ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച ആശീർവാദം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു. തൻ്റെ ഷർട്ട് റബീഅന് സമ്മാനമായി നൽകി. തൻ്റെ പ്രിയ ഗുരു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് മറുപടി എഴുതി അദ്ദേഹം റബീഅ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മറുപടിയുമായി റബീഅ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലതും തന്നിരുന്നോ? റബീഅ റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടിയ ഷർട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്തു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഭാഗ്യവാനാണ്. അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ചു. 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കൂലിവേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പ് അകറ്റി. ചെറുപ്പത്തിൽ തന്നെ അറിവ് തേടിയുള്ള യാത്രകൾ തുടങ്ങി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു. 10 ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് മുസ്നദ്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മദ്ഹബ്. സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഹംബലി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവുപോയി. നല്ല വസ്ത്രമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പകർത്തി എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം അളവ് വ്യതിചലിച്ചില്ല. ഖുർആനിൽ നിന്ന്
നിന്നും ഹദീസുകളിൽ നിന്നുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങൾ ഗണ്ണിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഹിജറ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി. ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാബിഅ അശറ ഇമാമുസുന്ന. ഫസ്റ്റ് കാണാം നുഇദ്ദു ജദ്വലൻ, പട്ടിക തയ്യാറാക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പറ്റി പട്ടിക തയ്യാറാക്കുക. പൂർണ്ണനാമം അബു അബ്ദുല്ലാഹി അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബലി ഷെയ്ബാനി. ജനനം ഹിജറ 164. പിതാവ് മുഹമ്മദ് ബിൻ ഹംബൽ. വഫാത്ത് ഹിജറ 241. വയസ്സ് 77. ഖബർ ബഗ്ദാദ് അഅ്ലമിയ. ഇനി രണ്ടാമത്തെ വർക്കാണ് നുബയ്യു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. റബീഉ റളിയല്ലാഹുവിനു തനിക്ക് കിട്ടിയ ഷർട്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിനുവിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുവിനു പറഞ്ഞു. ഇനി മൂന്നാമത്തെ വർക്ക് കാണാം നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഇമാം അഹ്മദ് റളിയല്ലാഹുവിൻഹു ഡാഷ് എന്ന പേരിൽ അറിയപ്പെട്ടു, ഇമാമുസുന്ന. 2. ഇമാം അഹ്മദ് റളിയല്ലാഹുവിൻ്റെ ഡാഷാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു, 3. ഭരണകൂടം നൽകുന്ന ഡാഷ് സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് റളിയല്ലാഹുവിൻ്റെ വീക്ഷണം, സമ്മാനം. 4. ഇമാം അഹ്മദ് റളിയല്ലാഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ ഡാഷ് ആളുകൾ പങ്കെടുത്തു, 8 ലക്ഷത്തിലധികം. ഇനി 4. നുഇദ്ദു ഖംസത അസ്ഇലത്തിൻ വാജിബത്തിൻ, 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക. 1. ചെറുപ്പത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻഹു വിശപ്പകറ്റിയത് എങ്ങനെ? കൂലിവേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും. 2. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻഹു മനഃപ്പാഠമാക്കിയ ഹദീസുകൾ എത്ര? 10 ലക്ഷത്തിലധികം. ഇനി 3. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ കൃതി ഏത്? കർമ്മശാസ്ത്ര വഴി ഏത്? ഉത്തരം മുസ്നദ് ഹംബലി. 4. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞതെന്ത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. 5. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻഹു വഫാത്തായത് എന്ന്? ഹിജറ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ. ഇനി അഞ്ചാമത്തെ വർക്ക് കാണാം നസ്സുൽ, ചേരുംപടി ചേർക്കുക. 1. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, സി ആണ് ഉത്തരം, ആലിമു ഖുറൈശിൻ. 2. റബീഉ റളിയല്ലാഹു അൻഹു, എ ആണ് ഉത്തരം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ. 3. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഡി ആണ് ഉത്തരം, ഇമാമു സുന്ന. 4. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ബി ആണ് ഉത്തരം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ. 6. വർക്ക് നുഇദ്ദു മുദക്കിറ, ചർച്ച തയ്യാറാക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഹിച്ച പീഡനങ്ങൾ. ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം അളവ് വ്യതിചലിച്ചില്ല. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങളെ ഗണ്ണിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഹിജറ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി. ജനാസ സംസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. രണ്ടാമത്തത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ സൂക്ഷ്മത. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ വീക്ഷണം. 7. വർക്ക് തഖ്സീസ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച്
ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.